കൈതപ്പുഴ കായലിൻ്റെ തീരത്ത് ആണ് എൻ്റെ വീട്. എൻ്റെ കായലിൻ്റെ അങ്ങേക്കരയിലാണ് ഫിലിം ഫീൽഡിൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള വയലാർ രാമവർമ്മയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ ശരത്ചന്ദ്രവർമ്മയൊക്കെ താമസിക്കുന്നത്. ആ കായലിൻ്റെ സൈഡിലിരുന്ന് രാമവർമ്മ നോക്കിയപ്പോൾ കണ്ടത് ആ കായലിലെ ഓളങ്ങളെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കൈതപ്പുഴ കായലിലെ പാട്ടൊക്കെ എഴുതിയത്. ഞാൻ നോക്കിയിട്ട് ആ ഓളം കണ്ടില്ല, ഞാൻ നോക്കിയിട്ട് അതിനകത്ത് മീനിനെ. ഞാനത് പറഞ്ഞത് എല്ലാ വസ്തുക്കളെയും ഓരോ മനുഷ്യരും കാണുന്നത് തനതായ ശൈലിയിലാണ്. എന്നെ നോക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ചിലരെൻ്റെ മുഖമായിരിക്കും ശ്രദ്ധിക്കുന്നത്, ചിലരെൻ്റെ കൈയുടെ ചലനങ്ങളായിരിക്കും, മറ്റു ചിലർ ഈ മൈക്കയിലായിരിക്കും ശ്രദ്ധിക്കുന്നത്. ഓരോ വസ്തുവാണെ പോലും ഞാനും നിങ്ങളും നോക്കുന്നത് വിവിധമായ ആംഗിളുകളിലൂടെയാണ്. അതുകൊണ്ടാണ് വയലാർ രാമവർമ്മ കവിത എഴുതാൻ പോകുന്നത്. അദ്ദേഹം മീൻ കച്ചവടം ചെയ്യുന്നതിൽ എപ്പോൾ പൊട്ടിപ്പോയി ചോദിച്ചാണ്. ഞാൻ കവിത എഴുതാൻ പോയിരുന്നത് എന്നെ തിരുവനന്തപുരത്തിലും കയറ്റിയല്ലായിരുന്നു. അതായത് എല്ലാ മനുഷ്യർക്കും അവനവൻ്റെതായ ഒരു തനതായ ശൈലിയുണ്ട്. ആരും ആരെയും അനുകരിച്ച് വലുതാകാൻ നിങ്ങൾക്കാവില്ല. എനിക്ക് നാളെ മേജർ രവി ആകണമെന്ന് ഞാൻ തീരുമാനിച്ചത് എനിക്ക് മേജർ രവി ആകാൻ പറ്റിയല്ല, പക്ഷെ എനിക്കൊരു സംവിധായകനാകാൻ പറ്റുമായിരിക്കാം കഴിവുണ്ടെങ്കിൽ. അതിന് ലോകത്ത് ഏറ്റവും വലിയൊരു ഉദാഹരണമുണ്ട്. മാർട്ടിൻ ലൂതർ കിങ് എന്ന് നിങ്ങളെല്ലാം കേട്ട് കാണും. അദ്ദേഹം, നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കണം, ഐ ഹാവ് എ ഡ്രീം എന്നൊരു പ്രസംഗമുണ്ട്. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ശബ്ദമാണത്. അമേരിക്ക ഇന്നുവരെ ചരിത്രത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രസംഗമാണത്. പക്ഷെ ആ പ്രസംഗത്തിന്റെ പിന്നിലൊരു കഥയുണ്ട്. ഈ മാർട്ടിൻ ലൂതർ കിങ് എവിടെ പ്രസംഗിക്കാൻ പോയാൽ ആദ്യം എബ്രഹാം ലിങ്കനെ കുറിച്ച് പറയും, പിന്നെ പുള്ളിയുടെ കുറേ സ്വപ്നങ്ങളെ കുറിച്ച് പറയും. ഇത് സ്ഥിരം ശൈലിയാണ് ആശാന്റെ. അപ്പോൾ അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചതിന്റെ 100-ാം വാർഷികം നടക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹം പ്രസംഗിക്കാൻ വന്നത്. 18 പ്രാസംഗികരുള്ളതിൽ 16-ാമനാണ് മാർട്ടിൻ ലൂതർ കിങ്. 2-ാമത്തെ പ്രാസംഗികൻ എന്നെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾ മടുത്തു. അപ്പൊ 16-ാമത്തെ പ്രാസംഗികൻ അവരെങ്ങനെ കേൾക്കുന്നുണ്ടാവുമെന്ന് ആലോചിക്കണം. അപ്പൊ ആ സംഘാടകർ പറഞ്ഞു, ഈ മനുഷ്യൻ എപ്പോൾ പറഞ്ഞാലും കുറെ എബ്രഹാം ലിങ്കനും പറയും, പിന്നെ കുറെ സ്വപ്നം പറയും. അതുകൊണ്ട് പുള്ളിക്ക് നമുക്ക് പ്രസംഗം വേറെ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് 2 ആൾക്കാർ ആ പ്രസംഗം എഴുതി കൊടുക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1963 ഓഗസ്റ്റ് 28-നാണ് തോന്നുന്നത്. ലിങ്കൺ മെമ്മോറിയൽ പടവുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. 2.5 ലക്ഷം ആൾക്കാരാണ് അവിടെ കൂടിയിരിക്കുന്നത്. 16-ാമനായി വന്ന മാർട്ടിൻ ലൂതർ കിങ് എഴുതി കൊടുത്ത പ്രസംഗം വായിച്ചു തുടങ്ങുകയാണ്. 2.5 ലക്ഷം നിൽക്കുന്ന ജനം അനങ്ങുന്നേയില്ല, ആർക്കും അത് മൈൻഡേ ആകുന്നില്ല. അപ്പോഴാണ് സദസ്സിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ആഫ്രിക്കൻ അമേരിക്കൻ ഗായികയായ എമിലിയാനോ മാർട്ടിൻസ് നിൽപ്പുണ്ടായിരുന്നു. എമിലിയാനോ മാർട്ടിൻസ് പറഞ്ഞു, മാർട്ടിൻ, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവനായി പങ്കുവയ്ക്കുമെന്ന് പറഞ്ഞു. പിന്നെയാണ് ചരിത്രം പിറന്നത്. അദ്ദേഹമായി പേപ്പർ മടക്കി വെച്ചിട്ട് മാർട്ടിൻ ലൂതർ കിങ് തൻ്റെ സ്വന്തം ശൈലിയിലേക്ക് കടന്നപ്പോഴാണ് 20-ാം നൂറ്റാണ്ട് കേട്ട ഏറ്റവും വലിയ പ്രസംഗം ഉണ്ടായത്. ഞാനിത് പറഞ്ഞത്, ഇതുപോലുള്ള തനതായ ശൈലികൾ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്, ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. നമ്മുടെ നാട്ടിൽ ധോണി പണ്ട് വലിയ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നപ്പോൾ മുടി നീട്ടി വളർത്തിയ കുറേ ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഒരുത്തനും ധോണിയായതായി നമുക്കറിയാൻ പറ്റില്ല. കപിൽ ദേവ് ലോകകപ്പ് നേടിയപ്പോൾ ചരിഞ്ഞ് ബോൾ ചെയ്യാൻ തുടങ്ങിയ ഒത്തിരി ക്രിക്കറ്റുകാരുണ്ടായിരുന്നു. ആരും കപിൽ ദേവ് ആയിട്ട് നമുക്കറിയില്ല. പക്ഷെ ഒരു പയ്യൻ എന്ന് ബോംബെയിൽ നിന്ന് പറഞ്ഞു, ഞാനും ഒരിക്കൽ കളിക്കുമെന്ന് പറഞ്ഞ് അവൻ പഠിത്തത്തെക്കാൾ കൂടുതൽ കളിക്ക് വേണ്ടി മാറ്റിവെച്ച പയ്യന്റെ പേര് സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ്. അപ്പോൾ ധോണിയാവാൻ പറ്റില്ല, പക്ഷെ ധോണിയെ പോലെ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആരെയും അനുകരിക്കുകയല്ല, പകരം നമ്മുടെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ നമ്മൾ വളരുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ നാട്ടിൽ ഞാൻ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ ഒരു പക്ഷേ A+ കിട്ടിയതായിരിക്കും അല്ലേ? ഞാനൊക്കെ Z+ കിട്ടി കൊടുക്കില്ല. അപ്പോൾ എന്നോട് വീട്ടിൽ പറയും, എടാ നീ ഞാൻ രാധാകൃഷ്ണനെ കണ്ടു പഠിക്കാമെന്ന് പറയും. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന രാധാകൃഷ്ണൻ എല്ലാത്തിനും A+, 100-ൽ 100 മാർക്കാണ്. അപ്പം ഞാൻ ഈ രാധാകൃഷ്ണൻ പഠിക്കണം എങ്ങനെയാണെന്ന് കാണാൻ പോയി. കാരണം ഞാൻ രാധാകൃഷ്ണൻ വൈകുന്നേരം സ്കൂളിൽ നിന്ന് ചായ കുടിച്ചിരുന്നാൽ ഒച്ചയില വായിക്കണമല്ലോ. അവൻ വായിക്കാനായിട്ട് അടുത്തുള്ള 3-4 വീട്ടുകാർക്ക് അത്ര ഒച്ചയില വായിക്കണം. അപ്പം എനിക്ക് മനസ്സിലായി, ഒച്ചയിൽ വായിച്ചായേ മാർക്ക് കിട്ടൂ, എങ്കിലും മനസ്സിലിരിക്കും. ഞാനും ഒച്ച വായിക്കാൻ തുടങ്ങി. കുറേ വിക്സ് ഗുളിക തീർന്നതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായി. ഞാനിത് പറഞ്ഞത്, നമുക്കെല്ലാം നമ്മുടേതായ ഒരു ശൈലിയുണ്ട്. അവനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി തഹസിൽദാരായിട്ട് റിട്ടയർ ചെയ്തു. അപ്പോൾ അവൻ്റെ ശൈലിയിൽ ഞാൻ ജീവിക്കാൻ നോക്കിയാൽ ആവില്ലെന്ന്. ഞാനിത് പറഞ്ഞു വന്നത് ബിസിനസ്സിനെ കുറിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബിസിനസ് നിങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? എന്ത് തുടങ്ങണം എന്ന് നിങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? എൻ്റെ നാട്ടിൽ കാണുന്നൊരു സ്വഭാവം ഞാൻ പറയാം. ഒരു ജംഗ്ഷനിൽ ഒരു ടെക്സ്റ്റൈൽസ് വന്ന് വിജയിച്ചാൽ പിന്നെ അവിടെ ടെക്സ്റ്റൈൽസിൻ്റെ കളിയാണ്.
ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ബേക്കറി വന്ന് വിജയിച്ചാൽ പിന്നെ കംപ്ലീറ്റ് ബേക്കറിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കാണിക്കുന്നത് കൊണ്ടോ ആരെങ്കിലും വിജയിച്ചത് കണ്ടോ നിങ്ങൾ ഒരു കാര്യത്തിനും പോകരുത്. നിങ്ങളുടെ മനസ്സിലെ പാഷൻ അതെന്താണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ബിസിനസിന്റെ വിജയമുണ്ടാകുന്നത്. എൻ്റെ പാഷൻ, ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഫ്രഷ് ഹോം വലിയ മുഴുപ്പൊക്കെ അടിച്ചെങ്കിലും ഞാൻ പച്ച മലയാളത്തിൽ ചോദിച്ചാൽ ഞാൻ ആരാ? പച്ച മലയാളത്തിൽ ഞാനൊരു മീൻ കച്ചവടക്കാരനാണ്. അഭിമാനത്തോടെ എനിക്കിവിടെ അനൗൺസ് ചെയ്യാൻ പറ്റും, ഞാനൊരു മീൻ കച്ചവടക്കാരനാണ്. പിന്നെ എന്തുകൊണ്ട് ഇത്രയും പ്രസ്റ്റീജായ ഒരു വേദിയിൽ ഈ മീൻ കച്ചവടക്കാരനെ വെച്ചിരുന്നിട്ട് എന്തോരം മീൻ കച്ചവടക്കാരുണ്ടായിരുന്നു? അപ്പോൾ എന്നെ ജീവിതം പഠിപ്പിച്ചതൊന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിലല്ല, അത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തും നിങ്ങൾ ചെയ്തോ, ഇന്ത്യൻ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾക്കും നമ്മുടെ മനസാക്ഷിക്കും എതിരല്ല എങ്കിൽ എന്തും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ കമ്പ്യൂട്ടർ വിറ്റാലും, നിങ്ങൾക്ക് മീൻ വിറ്റാലും, നിങ്ങൾക്ക് മൊബൈൽ വിറ്റാലും ഒക്കെ ഇവിടെ ജീവിക്കാം. എന്തുകൊണ്ടാണെന്നറിയോ? ഞാനും നിങ്ങളും ജീവിക്കുന്ന എവിടെയാണെന്നറിയോ? ഈ ലോകത്തെ ഏറ്റവും വലിയ കൺസ്യൂമർ മാർക്കറ്റിലാണ്. നിങ്ങൾ ഈ ലോകത്ത് അറിയപ്പെടുന്ന വലിയ കമ്പനികളുടെ പേര് പറഞ്ഞേ. ആപ്പിൾ, സാംസങ്, കിയ, ഹുണ്ടായി, നിങ്ങൾക്കറിയാവുന്നതൊക്കെ പറഞ്ഞു. എല്ലാ കമ്പനികളുടെയും ബഡ്ജറ്റും കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നിങ്ങൾ ഗൂഗിൾ നോക്കി അടിച്ചാൽ കിട്ടും. ഈ മുഴുവൻ കമ്പനികളും അവരുടെ മാർക്കറ്റ് കീഴടക്കാൻ അവർ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മാർക്കറ്റിൽ പിടിക്കാനാണ്. നിങ്ങൾ എടുത്തു നോക്കൂ, ആ മാർക്കറ്റിലാണ് ഞാനും നിങ്ങളും ജനിച്ചു നിൽക്കുന്നതെന്ന്. ഇന്ത്യയുടെ മീൻ കച്ചവടം ഞാൻ 2012 ആദ്യമായിട്ട് മീനിനെ ഓൺലൈനിൽ എത്തിച്ചത്. അന്ന് എൻ്റെ കമ്പനിയുടെ പേര് സീറ്റ് ഹോം എന്നായിരുന്നു. അപ്പൊ ഞാൻ സീറ്റ് ഹോം ഇറങ്ങി 3 മാസം കഴിഞ്ഞപ്പോൾ ഫോബ്സ് എന്നെ കാണാൻ വന്നു. ഫോബ്സ് മാഗസിനാണ് പറഞ്ഞത്, മാത്യു, seatohome.com ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ്. seatohome.com ആണ് ലോകത്തിൽ ആദ്യമായി പച്ച മീനിനെ ഓൺലൈൻ എത്തിച്ചത്. seatohome.com ആണ് ലോകത്തിൽ ആദ്യമായി പച്ച മീനിനെ ബ്രാൻഡ് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ എന്തൊക്കെയോ ആണ്. അപ്പോൾ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പഠിച്ചിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ ഈ ബിസിനസ് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന മനുഷ്യൻ. ബിസിനസ്സുകാരെ കുറിച്ച് വായിക്കുക, അവരെ കുറിച്ച് അറിയുക, ഭ്രാന്താണ്. അങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടന്ന ലോകത്തിലെ മുഴുവൻ ബിസിനസ്സും എനിക്ക് അറിയാവുന്നിടത്തൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് രവി സാറെ ഹോളിവുഡ് സിനിമയുടെ മാർക്കറ്റാണ്. ഹോളിവുഡ് സിനിമ ആ വർഷം $48 ബില്യൺ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലെ സീ ഫുഡിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇന്ത്യ എന്ന മാർക്കറ്റിൽ ഞാനും നിങ്ങളും കഴിച്ചു തീർക്കുന്ന പച്ച മീനിന്റെ മാർക്കറ്റ് $50 ബില്യൺ അധികമായിരുന്നു 2012. ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങളുണ്ടെന്നറിയോ? എത്രയാ? ചൈനയെ കടന്ന് നമ്മളിപ്പോ 140 കോടി എന്നാണ് ഔദ്യോഗിക കണക്കിപ്പോൾ. നിങ്ങൾ ഈ 140 കോടി ജനങ്ങളിൽ 90% മാറ്റിവെച്ചു. ഒക്കോട്ടെ, വിട്ടുകളഞ്ഞു. ബാക്കി 10% 14 കോടിയുണ്ട്. നിങ്ങൾ കമ്പ്യൂട്ടർ വിൽക്കണ്ട, നിങ്ങൾ മൊബൈൽ വിൽക്കണ്ട, നിങ്ങൾ മീനും വിൽക്കണ്ട, നിങ്ങൾ ഇറച്ചിയും വിൽക്കണ്ട. ഈ 14 കോടി ജനങ്ങൾ ഒരു മാസം, അതായത് ആഴ്ചയിൽ 1 വീതം ഒരു മാസം 4 തീപ്പെട്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ടേൺ ഓവർ എത്രയാണ്? കഴിഞ്ഞ വർഷത്തെ ഫ്രഷ് ഹോമിന്റെ ടേൺ ഓവർ 1100 കോടിയാണ്. ഞങ്ങളെക്കാളും വലുതാണ് മറ്റത്. വെറുതെ എടുത്ത് അടിച്ചു നോക്കി. 14 കോടി ജനങ്ങൾ ഒരു മാസം 4 തീപ്പെട്ടി, എല്ലാ ദിവസവും വാങ്ങണ്ട, 4 തീപ്പെട്ടി ഒരു മാസം നിങ്ങളുടെ ഇന്ന് വാങ്ങിയാൽ നിങ്ങളുടെ ടേൺ ഓവർ 1500 കോടിയുടെ മുകളിലാണ്. അത്രയും വലിയ മാർക്കറ്റിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല? അപ്പൊ ചില ആൾക്കാർ പറയും നമ്മുടെ യുവാക്കളെല്ലാം പുറത്തേക്ക് പോവുകയാണ്. എങ്ങനെ പിള്ളേർ പോകാതിരിക്കും? എൻ്റെ നാടിലെ ചേർത്തല, എൻ്റെ നാടിൻ്റെ അടുത്ത് ഇൻഫോ പാർക്ക് വന്നു. പുതിയ ചേർത്തല ഇൻഫോ പാർക്ക് എൻ്റെ വീടിന് നേരെ വാതിക്കല. അപ്പൊ ഇൻഫോ പാർക്കിൽ കുറെ സ്ഥലമുണ്ട്. ആ സ്ഥലം ഓരോ കമ്പനികൾക്ക്, അവർക്ക് ഗവൺമെന്റ് ഒരു വലിയ ബിൽഡിംഗ് പണിതിട്ടുണ്ട്, കൂടാതെ ഓരോ കമ്പനികൾക്ക് സ്ഥലം വെക്കാം, അവിടെ ബിൽഡിംഗ് വെക്കാം. അങ്ങനെ ബോംബെയിലുള്ള ഒരു കമ്പനി വന്ന് സ്ഥലമൊക്കെ കണ്ട്, അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള സ്ഥലം വേണം, ആരെങ്കിലും കൊടുക്കണം, ആരെങ്കിലും പണിത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇൻഫോ പാർക്കുകാർ പറഞ്ഞു മാത്യു ഉണ്ട് ഇവിടെ, മാത്യുവിനെ കാണാൻ. അങ്ങനെ എന്നെ വന്ന് കണ്ടു. അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യം പോയി, രണ്ടാമത് ബാംഗ്ലൂരിൽ നിന്ന് അവരുടെ CEO കൂടി കടന്നു വന്നു. അദ്ദേഹം വന്നിട്ട് എന്നോട് പറയുവാണ്, മാത്യു ഞങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷേ